और दम मार के दम मारने के लिए अमेजिंग वेदर ना डूड पल्ली में जा रहा है चंगी जाते हैं ये गाड़ी देखना कैसे सड़ा हुआ दिख रहा है अरे कॉलोनी में देखा रे स्पॉइलर चल चल शहर आना चिल मैन एड्स चाहिए क्या നല്ല ബിഗ് മഴ ഡേ ബോംബെയിൽ ഇങ്ങനെ തണ്ടർ സ്റ്റോം ഒക്കെ ഉണ്ടോ ഇതിനു മുമ്പ് എവറി ടൈം ആവും ആണോ അറിഞ്ഞില്ല തുലാവർഷ മഴ നാട്ടിൽ പറയും തുല മലയാളം ഓ മൈ ഗോഡ് എടാ ഈ എന്തുന്നാ സാധനം ആ ഹെഡ്സെറ്റില്ലല്ലോ ബ്ലൂടൂത്ത് അത് നീ ഉപയോഗിച്ചോ കേട്ടോ എനിക്കതിപ്പോൾ ഒരു രക്ഷയില്ല അത് ഉപയോഗിക്കാനേ പറ്റില്ല ആ ഓക്കെ ഇവിടെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു തണ്ടർ സ്ട്രോമിൻ്റെ ശരി നല്ല രസമാണ് കണ്ടിരിക്കാൻ നന്നായിട്ട് ഇത് ഉണ്ടാവോ ആ ലൈറ്റിങ് നന്നായിട്ടുണ്ടായിരുന്നു ഞാനെൻ്റെ ഫ്രണ്ട്സിനോട് പോയിച്ചായിരുന്നു വീക്ഷിക്കാൻ ഇന്നടാ കുറേ നാളെ പ്രോഗ്രാം ഉണ്ടോ എനിക്കൊരു വണ്ടി കിട്ടിയില്ല ഒരു 9 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് 9 അപ്പോൾ അവിടുന്ന് ജോസങ്ങളില്ലേ ജോസ് എയർപോർട്ടിലൊക്കെ പോകുന്ന സവിതാൻ്റെ ജോസങ്ങൾ പുള്ളിക്കാരൻ്റെ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു ബട്ട് അപ്പോൾ അതിനകത്ത് 3 പേരേ ഉള്ളൂ പിന്നെ പോയിട്ട് 6 പേരുണ്ട് 4 പേരുള്ളൂ അപ്പോൾ ഒരു വലിയ വണ്ടി വേണം അപ്പോൾ ഞാൻ ഒന്നേ സ്കോർപ്പിയോ അല്ലെങ്കിൽ ഒരു ഇന്നോവയോ വേണം അപ്പോൾ ലാസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഇന്നോവ പുള്ളിക്കാരെ വിളിച്ച് കിട്ടിയില്ല നാളെ ചുമ്മാ ഒരു ബോംബെ കറക്കം എനിക്കാണെങ്കിൽ ക്ലാസ്സും ഉണ്ട് എനിക്ക് നീ ഫ്രീ ആണോ നാളെ ഫ്രീ ആണ് പക്ഷെ കടയിരിക്കണം അത് കുഴപ്പമില്ല അത് അഡ്ജസ്റ്റ് ചെയ്യണം ആണോ ഞാൻ വണ്ടിയിൽ നിന്ന് അറേഞ്ച് ചെയ്താൽ ജോസേട്ടനുണ്ടോ നീ ഉണ്ടാവും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കുന്നത് എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട് എൻ്റെ ദൈവം എന്ത് പണിയാന്നല്ലടാ സെവറൽ പ്രസൻറ്റേഷൻസ് മമ്മി ഞാൻ അച്ഛനെ കൊണ്ടുപോകണം ഞങ്ങൾ വണ്ടി ഓടിക്കാം ഞാൻ വണ്ടി ഓടിക്കാൻ പോകണം ഒരിക്കലും ചുറ്റി കറങ്ങണില്ല എൻ്റെ മമ്മി ഇപ്പൊ പള്ളിക്ക് പോവാ ഞാൻ പിന്നെ പറഞ്ഞത് അങ്ങനെ മമ്മിയോട് അവിടെ നൊവേനയും കുർബാനയും ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നു ഞാൻ പിയാനോ വായിക്കാൻ അന്നെന്തായിരുന്നു ഇതന്നെ ആരെങ്കിലും വന്നായിരുന്നോ ലാസ്റ്റ് ഇയർ ഇന്നല്ലടാ ഇന്ന് നോർമൽ ഡേ ആണ് ഞാൻ ജസ്റ്റ് അവർ വന്നോണ്ട് ടുഡേ 30th ഉള്ളൂ ടുമാറോ ഓൺവേർഡ്സ് അവിടെ ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ പയ്യൻ അത്യാവശ്യം അവൻ ചെയ്യുന്നുണ്ട് നല്ല വായിച്ചു ഒരു ദിവസം അപ്പം അവിടെ ഈ പിന്നെ ഈ ഫ്ലോപ്പ് ഇട്ടിട്ട് ചെയ്യുന്ന സാധനം ഇല്ല അങ്ങനെയാണെങ്കിൽ പഠിക്കുള്ളൂ അപ്പോൾ അവൻ ചിലപ്പോൾ എവിടുന്നേ ചെറുത് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞായിരുന്നു അവരുടെ ആരുടെയോ കയ്യിലും കണ്ട് ഒരു ചെറിയ സാധനം ഉണ്ടെന്ന് പോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു അവിടുത്തെ ലേൽ ചിത്തിനോടൊന്ന് വിളിച്ചിട്ട് ഞാനിപ്പോൾ സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇന്നും നാളെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കട്ടെ അവിടെ മൈക്ക് സിസ്റ്റം ഇനി പതുക്കെ മേടിച്ചേക്കണം ഒരു 61 lakhൻ്റെ ഒരു നല്ല കിടിലൻ സാധനം ഒരു നല്ലൊരു സിസ്റ്റം മേടിച്ചാലും കുഴപ്പമില്ല അത് സ്പീക്കർ നന്നാവണം നല്ല DV ബോക്സ് എന്ന് പറയും ഈ കറണ്ട് കുത്തുന്ന DV അതിനുള്ളിൽ തന്നെ അതൊരെണ്ണം വെച്ചാൽ തന്നെ നല്ല സ്മൂത്ത് ആവും അതിൽ തന്നെ ആംബ്ലിയും അതിൽ തന്നെ ഇതൊക്കെ വൂഫറും അങ്ങനെയുള്ളൊരു സാധനം പിന്നെ ഒരു നല്ലൊരു ആംബ്ലിയും ഈ ആംബ്ലിയും കൂടെ പറ്റുമോ നോക്കണം നല്ല സിസ്റ്റം മേടിക്കണം ഇത് ഇവിടെ നിന്ന് അങ്ങ് ചെന്നിട്ട് അവിടെ ചില തൊണ്ടയൊക്കെ പോയിട്ട് അവിടുത്തെ ആ പഴയ മൈക്കേൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല
അതായത് ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ആണോ? ഒരു 2 ദിവസം വരെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഫിനിഷ്. അതോടെ മഴ കഴിഞ്ഞു. കഴിഞ്ഞു. ഇങ്ങനെയാണ് ലാസ്റ്റ് മഴ. ഫസ്റ്റ് മഴ ഇങ്ങനെയായിരിക്കും, കുറച്ച് ഇടിവിട്ട് ഇങ്ങനെ റെയിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിയുമ്പോഴും ഇങ്ങനെയാണ്. അവര് വന്ന 2 ദിവസം നല്ല മഴയാണല്ലോ. ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. ഇന്നൊക്കെ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു അല്ലേ? അങ്ങനെയാണ് മുംബൈ സ്റ്റൈൽ റെയിൻ. ലോങ് ഫോർ 2 days. a day or 2. നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗ്യാസില്ല. ആണോ? ഏയ് പപ്പ കാശാണ്. ഇത്രയൊന്നും ഞാൻ പോയില്ലേ നമ്മുടെ ഇത്രയും എങ്ങനെയായിരുന്നു പ്രോഗ്രാം? സാറ്റിസ്ഫൈങ്? പക്ഷെ യൂത്ത് ആരും ഉണ്ടായിരുന്നില്ല. യൂത്ത് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ നമ്മുടെ കൺസേൺ അബൌട്ട് അസോസിയേഷൻ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബാക്കി ഇൻ ജനറൽ നല്ല രസമുണ്ടായിരുന്നു. അവരൊക്കെ സ്കിറ്റ് പാട്ട് ഓക്കെ ഗുഡ്. കുട്ടികൾക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അവർ ശരിക്കും അവരിപ്പോ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. സമയം ഉണ്ടെങ്കിൽ ശരിക്കും 1.5 hours 2 hours വരെ വേണം. ഇവിടെ ആ ടൈം കൺസ്ട്രെയിന്റ് ഉണ്ടായ കാരണം നമ്മള് 1 hour തന്നെ 1.5 hours തന്നെ ഫിനിഷ് ചെയ്തു. ഗെയിംസ് ഒക്കെ 2-3 ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെയായിരുന്നു. ഓപ്ഷൻ ഡേ അങ്ങനെ ഒരു ഈവനിങ് മാസൊക്കെ വെച്ച് ചില ഗെയിംസ് ഓൾ ടുഗദർ എല്ലാവർക്കും വെച്ചിട്ട് അങ്ങനെ ചെയ്താലും അങ്ങനെ ആലോചിക്കാം. ഓപ്ഷൻ ഉണ്ടായിരുന്നു പണ്ട്. ഓപ്ഷൻ മാത്രമല്ല സം എന്താ പറയുക ഇതേപോലത്തെ ഗെയിംസും ഇതൊക്കെ നല്ല ഫോട്ടോ എടുക്കണ്ടേ അല്ലേ? നല്ല രസമുള്ളത് ലൈറ്റില്. അത് ക്യാമറയിൽ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഞാൻ ലൈറ്റ് ലോ ലൈറ്റ് അതൊരു സ്നാപ്പ് നല്ലൊരു എന്താ പറയുക ഒരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫർക്ക് ആ ഫോട്ടോ സൂപ്പർ. പക്ഷെ മഴയത്തൊന്നും അങ്ങനെ നല്ല മഴയും അപ്പുറത്ത് ലൈറ്റ് ഉണ്ട്. അതെ ഈ ലൈറ്റ് ഈ യെല്ലോ ലൈറ്റിലെ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ നന്നായിട്ട് വരാം, ക്ലീൻ ആയിട്ട് വരാം. ഗോപ്രോ വരുന്നുണ്ട് ചെറിയ റേറ്റിന്. പക്ഷെ ഞാൻ മേടിക്കില്ല. അതിന് അത്ര സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഇല്ല. റാഫേൽ വരുമ്പോ ഞാൻ അവിടുന്ന് മേടിപ്പിക്കും. 24 അല്ല അത് ഗാർഡിയൻ എന്റെ ഗാർഡിയൻ ഞങ്ങൾക്ക് ബിരിയാണി ഒക്കെ കഴിച്ചില്ല ഇന്നലെ. അതിന്റെ ഫീസ്റ്റാ എന്റെ ഗാർഡിയൻ ഏഞ്ചൽ അങ്ങനെ പറയും. അത് സെലിബ്രേറ്റ് ചെയ്യണ്ട. ടോട്ടലി ഹോളി ഫാമിലി ആണല്ലേ? ഹോളി നോ അങ്ങനല്ല പറഞ്ഞടാ. അത് നമുക്കറിയാലോ. ഒരു ഹോളി ഇൻ ദ സെൻസ് ആ ഒരു സിസ്റ്റത്തിൽ കൂടെ പോകണം. ഗോയിങ് ത്രൂ ദാറ്റ് സിസ്റ്റം. ബാക്കി ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. ഇല്ല എക്സാക്ട്ലി ഒരു ഇത്ര ഈ കാലയിലുള്ളതൊന്ന് ഒഴിവാക്കൂടാ. തണുപ്പ് കാലയില് എനിക്ക് കാലിൽ നന്നായിട്ട് വേർക്കും. അതുകൊണ്ടാ. അത് ശരി. കാലും ഇല്ലേ? എടാ ഈ പ്രാവശ്യം നിങ്ങൾ വരുന്നില്ല യൂത്ത്? നമുക്ക് വേറെ ദിവസം പോവാം അല്ലേ? ഇപ്പൊ അപ്പനമ്മയൊക്കെ വരട്ടെ അല്ലേ? മറ്റേ ഈ നവംബറില് നാട്ടിൽ. അതോ എന്താ ചെയ്യുന്നേ നീ? അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെറിയ ടീം ഉണ്ടാക്കി അങ്ങനെ പോയാൽ മതി. അതല്ലേ നല്ലത്? ഓക്കെ ഓക്കെ. എന്നിട്ട് നമുക്ക് അവിടുത്തെ ഒരു ബൈക്കൊക്കെ എടുത്ത് കറങ്ങുമോ അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പ്ലാൻ ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഇവരുടെ ഇടയ്ക്ക് കൂടെ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഫൗളാവും അല്ലേ? ചിലപ്പോൾ എനിക്കൊക്കെ വരാം, എനിക്ക് കുഴപ്പമില്ല. മമ്മി പറഞ്ഞിട്ടുണ്ട് നീ എത്ര വേണമെങ്കിലും പോയിക്കോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. യു ക്യാൻ ഗോ 10 times also, you can go. പക്ഷെ എക്സാമിന്റെ സമയമാണ്. എക്സാം ബീച്ചിൽ വരാൻ പാടില്ല. എക്സാം 2 എണ്ണമല്ലോ. അത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. പഠിക്കുന്നുണ്ടോ നീ? പിന്നെ കാലത്തും വൈകുന്നേരമൊക്കെ ഇരുന്ന് പഠിക്കും. ഞാനിപ്പോ ആ ഒരു ഇതിലോട്ട് എത്തി. പക്ഷെ എനിക്കറിയത്തില്ല എങ്ങനെ ഈ ഇടവഴി ഇത് കൂടെ.
ആയിക്കോളും. അയ്യോ ഇവര് നനഞ്ഞ പോകുന്നത് പഴയ ടീമാണോ അവരാണോ? അല്ലല്ലേ? അല്ലല്ല അല്ല ഇവര് നനഞ്ഞു പോണ അവർക്ക് അതൊരു വല്ലപ്പോഴല്ലേ ഇങ്ങനെ മഴ കിട്ടുക. പപ്പ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ നോക്കണേ. പപ്പ വിൻഷീറ്റൊന്നും കൊണ്ടുപോയില്ല. ഹലോ ഹലോ ആ പ്രിയ ഇവിടെ റൂമിൽ നിന്നാണ് വിളിക്കുന്നേ. അപ്പൊ എന്താ പ്രശ്നം? ഇപ്പോ ആന്റി എങ്ങനെയാലും വന്നോളൂ. ആ ഓട്ടോ വിളിച്ചോ എങ്ങനെയാലും വന്നോളൂ. ഡോണ്ട് വറി. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നോ? എന്തെങ്കിലും? ഓക്കെ വേറെ ഞാനിപ്പോഴേ അപ്പുറത്തെ പള്ളിയിലോട്ട് പോവാണേ. ഇവിടെ ഞാൻ ഓൾറെഡി ഇറങ്ങി. അപ്പോൾ നല്ല മഴയുണ്ട് ഇവിടെ. അപ്പോൾ റോഡിലൊക്കെ നല്ല മഴയാണ്. അപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോണ്ട് വറി, ആൻറ്റി കുറച്ച് കഴിയുമ്പോൾ എത്തിക്കോളൂ. എൻ്റെ എവിടെ പോയാ? ആൻറ്റി വന്നോളൂ. ആൻറ്റി ഓട്ടോ എടുത്ത് വന്നോളൂ. ഡോണ്ട് വറി, നല്ല പരിചയമുള്ളതല്ലേ. ഓക്കെ കേട്ടോ. നിങ്ങൾ പഠിച്ചു തുടങ്ങി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഫൈൻ. കുട്ടികളാണോ? പിള്ളേര് അവര് പേടിച്ചായി മഴയൊക്കെ. ഇതിന് ഇങ്ങനെ പേടിക്കാൻ പാടില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാല് പേടിക്കാൻ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ പോകാം. വണ്ടികളൊക്കെ ബന്ധമില്ല. ബൈക്ക് ഇതിലാണോ? നമുക്ക് അതിലൊക്കെ എടുത്ത് ഇത് തന്നെ ഇൻഡിക്കേറ്റർ തന്നെ വെള്ളം ഒഴുകാനുള്ള സംവിധാനമൊന്നും ഇല്ലല്ലേ? അതാണ് ന്യൂ ഡിസൈൻ. അതുകൊണ്ട് പെട്ടെന്ന് റോഡൊക്കെ പോകുന്നുണ്ടല്ലോ. വണ്ടി ചേട്ടൻ നിന്നു. ബ്രേക്കൊക്കെ I am going. This is rain now. ഇത് സഞ്ചാരയില്ല. എന്താ മഴ അല്ലേ? ഇനി ഇതൊരു 1 day 2 days വരെ കണ്ടിന്യൂസ് റെയിൻ ഉണ്ടാവും. വണ്ടി സർവീസ് ചെയ്യാനായി ബൈക്ക്. അതിന് ഇതൊന്നും ആയിട്ടില്ല, കിലോമീറ്റർ ഒന്നും ആയിട്ടില്ല. പിയാനോ എടുക്കാനോ പാട്. എന്നാലും വെച്ചോ കണ്ടിന്യൂസ് ആയിട്ട് വീയോ? ഇതങ്ങനെയാ പോണ ലാസ്റ്റ് മഴ അങ്ങനെയാ. എവറി ഇയർ അങ്ങനെയാ. ഈ മഴയത്ത് അവരെ കൊണ്ട് പകലൊക്കെ മഴയായിരിക്കുമോ? നാളത്തെ ഇതിങ്ങനെ വിൻഡോ കാണിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യോ മഴ ഉണ്ടെങ്കിൽ വീടുകളിലുള്ള എല്ലാ കുടയും എടുക്കാൻ പറയാം. പക്ഷെ നമ്മൾ ആ ചുമരിന് വീട് പോയപ്പോ നല്ല ഇതായിരുന്നു. മഴ പെയ്തില്ല അല്ല. വണ്ടി വേണം, ഒരു വണ്ടി വേണം. നല്ല ഡേ ആയാൽ മതി. വീഡിയോസിന്റെ
ഉണ്ടാക്കിയിട്ട് വരും. ഇവിടെയൊക്കെ ഒരു സ്ഥലം ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനും പറ്റില്ല അല്ലേ? മുമ്പോട്ട് എടുത്ത് ഇങ്ങനെ മേക്കോട്ട് ഇറക്കിക്കൊണ്ട് വന്നാൽ മതി. വെള്ളമായിരിക്കും. ഇറക്കി ഇറക്കി ഇറക്കി. അച്ഛാ ആ കല്ലിനൊക്കെ ഡയറക്റ്റ് ശരിയാൻ വേണ്ടിട്ടാ. കുട വേണം നമുക്ക്? ഞാൻ അങ്ങോട്ട് ഓടിക്കറിക്കോളാം. അല്ലല്ല കുട രണ്ടാൾ വേണം. ഒരാളവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം. ആണോ? ഒരു സെക്കൻഡ്, നീ കുട പിടിക്കാതെ. അല്ല അച്ഛൻ കൂടെ എടുക്കും. ഞാനും അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് നിൽക്കും. ആണോ? ആ